ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സമാനതകളില്ലാത്ത ഇതിഹാസ ഗായികയാണ് എസ് ജാനകി. 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന തന്റെ സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഉൾപ്പെടെ 20ഓളം ഭാഷകളിലായി 48,000-ത്തിലധികം ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്. തെന്നിന്ത്യയുടെ വാനമ്പാടിയെന്നും ഭാവങ്ങൾ അനായാസം ശബ്ദത്തിൽ പകരാനുള്ള കഴിവുകൊണ്ട് ഭാവങ്ങളുടെ രാജ്ഞിയെന്നും ഇവരറിയപ്പെടുന്നു. തെന്നിന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഗായികയില്ലേട്ട് ഏപ്രിൽ 23-ന് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള പല്ലപട്ടല ഗ്രാമത്തിലാണ് എസ് ജാനകി എന്ന ഗായിക ജനിച്ചത്. ആയുർവേദ ഡോക്ടറും അധ്യാപകനുമായിരുന്ന ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായിരുന്നു അവർ. ശാസ്ത്രീയ സംഗീതത്തിൽ ജാനകിയമ്മ ഔപചാരികമായ വലിയ പരിശീലനങ്ങളൊന്നും നേടിയിട്ടില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. നാദസ്വര വിദ്വാൻ പൈതിസ്വാമിയിൽ നിന്നാണ് അവർ സംഗീതത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കിയത്. വി രാംപ്രസാദായിരുന്നു ഭർത്താവ്. 1997-ൽ അദ്ദേഹം അന്തരിച്ചു. മുരളീകൃഷ്ണ ഏക മകനാണ്. ആയിരത്തി 1956-ൽ ഓൾ ഇന്ത്യ റേഡിയോ നടത്തിയ ലളിതഗാന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതാണ് എസ് ജാനകിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. തൊട്ടടുത്ത വർഷം, അതായത് 1957-ൽ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെ അവർ പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിച്ചു. അതേ വർഷം തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന ഗാനം പാടിക്കൊണ്ട് അവർ മലയാള ചലച്ചിത്ര ലോകത്തും അരങ്ങേറ്റം കുറിച്ചു. കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. തെലുങ്ക് മാതൃഭാഷയാണെങ്കിലും മലയാളികൾ ജാനകിയമ്മയെ തങ്ങളുടെ സ്വന്തം ഗായികയായിട്ടാണ് നെഞ്ചിലേറ്റിയത്. പൊതുവെ പലരും പറയും പോലെ നാക്കുളുക്കുന്ന മലയാള ഭാഷ കഷ്ടപ്പെട്ട് പഠിച്ച് ഭാഷയുടെ ഉച്ചാരണശുദ്ധിയിലും ഭാവപ്പകർച്ചയിലും അവർ പുലർത്തിയ കൃത്യത മലയാളക്കരയ്ക്ക് അവരെ പ്രിയങ്കരിയാക്കി മാറ്റുകയായിരുന്നു. എസ് ബാബുരാജ്, രവീന്ദ്രൻ, ഇളയരാജ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പം നിരവധി അനശ്വര ഗാനങ്ങൾ അവർ സമ്മാനിച്ചു. നാല് തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 33 തവണ വിവിധ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായി സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകൾ ഈ ഗായികയെ തേടിയെത്തി. ഏറ്റവും കൂടുതൽ ലഭിച്ചത് കേരളത്തിൽ നിന്നാണ്. മൈസൂർ സർവകലാശാലയിൽ നിന്ന് ഹോണററി ഡോക്ടറേറ്റ്, തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം, കർണാടക സർക്കാരിന്റെ രാജ്യോത്സവ പ്രശസ്തി. രണ്ടായിരത്തി 2013-ൽ രാജ്യം പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിച്ചെങ്കിലും ജാനകിയമ്മ അത് നിരസിക്കുകയാണുണ്ടായത്. തെന്നിന്ത്യൻ കലാകാരന്മാർക്ക് അർഹമായ പരിഗണന വൈകി മാത്രമാണ് ലഭിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അവർ ഈ പുരസ്കാരം വേണ്ടെന്ന് വെച്ചത്. പാടി തുടങ്ങിയ വർഷം മുതൽ എത്രയോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്നും വൈകി വന്ന പത്മ അവാർഡ് കൊണ്ട് ഇനി പ്രസിദ്ധയാകേണ്ട കാര്യമില്ലെന്നുമുള്ള നിലപാടിലായിരുന്നു അവർ.
6 പതിറ്റാണ്ടുകാലം സംഗീത ലോകം ഭരിച്ച ജാനകിയമ്മ 2016-17 കാലഘട്ടത്തിൽ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നും ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു. തന്റെ ശബ്ദത്തിന്റെ മാധുര്യം നിലനിൽക്കുമ്പോൾ തന്നെ വേദിയിൽ നിന്നും പിന്മാറണം എന്ന ആഗ്രഹത്തോടെയാണ് അവർ സംഗീത ജീവിതം അവസാനിപ്പിച്ചത്. മൈസൂരിൽ നടന്ന വിടവാങ്ങൽ സംഗീത നിശയിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുമായി ആയിരക്കണക്കിന് ആരാധകരാണ് പ്രിയ ഗായികയെ യാത്രയാക്കാനെത്തിയത്. ഒരു കാലഘട്ടത്തിന്റെ സംഗീതമായി കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ ഓർമ്മയായി ജീവിച്ചിരുന്ന ജാനകിയമ്മ ഇന്ന് നമ്മെ വിട്ടുപോയി. എന്നാൽ ആ ശബ്ദം ഒരിക്കലും മൗനമാകില്ല. പാട്ടുകളിലൂടെ അവർ നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കൂട്ടായി നിന്നു. തലമുറകൾ മാറിയാലും ജാനകിയമ്മയുടെ ഗാനങ്ങൾ എന്നും മലയാളികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.